കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മെ നാമായി അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആർക്കും അത് കാണാൻ പറ്റില്ല. ഹൃദയം ക്ഷീണിച്ചു, ശരീരം ക്ഷീണിച്ചാൽ എല്ലാവർക്കും അതറിയാൻ പറ്റും. ക്ഷീണിച്ചെന്ന് അവർ പറയും. പക്ഷേ ഹൃദയം ക്ഷീണിച്ചാൽ, ഹൃദയം തകർന്നാൽ അത് ആർക്കും മനസ്സിലാവില്ല, മറ്റൊരു മനുഷ്യനും മനസ്സിലാവില്ല. അങ്ങനെ ഉള്ള ഒരു വ്യക്തി എവിടെ നിന്ന് നിലവിളിക്കുന്നു, അവരുടെ നിലവിളി കേൾക്കുകയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന ഉന്നതനായ ഒരു ദൈവമുണ്ട്. ഉയർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നടത്തുന്ന ഒരു ദൈവമുണ്ട്. നയിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ക്ഷണിച്ചു പോകുമ്പോൾ ആരും കൂടെ കാണില്ല. ഹൃദയം ക്ഷണിക്കുമ്പോൾ അവിടെയാണ് നമ്മെ ബലപ്പെടുത്തുന്ന ഒരുവൻ, അവിടുത്തെ സാന്നിധ്യം. തളർന്നും ക്ഷണിച്ചുമിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ഉറപ്പ് എല്ലാ ദിവസവും തൻ്റെ ജനത്തിന് ഉണ്ടാവണം. അതുകൊണ്ടാണ് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നത്. അവിടുന്ന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. ശക്തി ചോർന്നു പോകുമ്പോൾ നമുക്ക് ധൈര്യവും ചോരും, നിരാശയകത്ത് വരും. ആ ഘട്ടങ്ങളിലൊക്കെ ദൈവം തൻ്റെ ശബ്ദം, ഇമ്പമേറിയ ശബ്ദം കേൾപ്പിച്ച് നമ്മെ നടത്തും. എന്നിട്ട് നമുക്ക് ആത്മാവിൻ്റെ ശക്തി പകർന്നു തരും. നടക്കുവാൻ, ഓടുവാൻ, മുൻപോട്ടു പോകാൻ ഉള്ള കരുത്ത് അതിലൂടെ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. നമ്മുടെ ഇഷ്ടമല്ല പ്രിയരെ. പലപ്പോഴും നമ്മുടെ ഇഷ്ടം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ആവരുത്. ഇന്നു മുതൽ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒന്ന് വെളിപ്പെടുത്തി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ ശക്തീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും വെളിപ്പെടുത്തും. അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ദൈവത്തിന് ഇന്നും ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലൊന്ന് പോരാടാം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൻ്റെ മേലും, എൻ്റെ മേലും, എൻ്റെ മിനിസ്ട്രിയുടെ മേലും, ഞങ്ങളുടെ സഭയുടെ മേലും ഉള്ളത് ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥനയിൽ നോർമലല്ല, പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്ന് പകലിലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും, തലമുറകളുടെ മേലും വെളിപ്പെടുത്തി ദൈവം ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 10:17 വാക്യം നമുക്ക് സുപരിതമാണ്. ആകയാലും വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാൽ വരുന്നു. ഒരു മനുഷ്യന് വിശ്വാസമുണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആ കാര്യം നടക്കും, വിടുതൽ സംഭവിക്കും. എന്തൊക്കെ ഇളകി വന്നാലും
അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും. ഇത് എൻ്റെ എൻഡിനു വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് എന്നുള്ള ഒരു വിശ്വാസം എപ്പോഴും നമ്മളെ അടുത്തൊരു തലത്തിലേക്ക് നടന്നെടുക്കുവാൻ പ്രേരിപ്പിക്കും. അത് നടുക്കങ്ങളെ മാറ്റുന്നതാണ്. അത് ധൈര്യത്തിൻ്റെ സകല ശക്തികളും ചോർത്തിക്കളയുമ്പോൾ അവിടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയേണ്ടത് അകത്തു വരുന്നൊരു വിശ്വാസമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഡെഡായിപ്പോയ പല വാക്തത്വങ്ങളും നടക്കില്ല എന്ന് നമ്മൾ പറയുന്നതും പിശാച് പറയുന്നതും ലോകക്കാർ പറയുന്നതും ഒരുപോലെ ജീവൻ വെക്കണമെങ്കിൽ വിശ്വാസം അകത്തു വേണം. വിശ്വാസം ആരിൽ? ദൈവത്തിലൊരു വിശ്വാസം, വാക്കു പറഞ്ഞവനിലൊരു വിശ്വാസം, ശബ്ദം കേൾപ്പിച്ചവനിലൊരു വിശ്വാസം, അവിടത്തേക്ക് ചെയ്യാൻ കഴിയുമെന്നും ഇന്നും പ്രവർത്തിക്കാൻ കഴിയുമെന്നും ആ കരം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്നും വഴികൾ അടയുമ്പോഴും തുറക്കുമെന്നുമുള്ള ഒരാഴമായ വിശ്വാസം. അപ്പോൾ ഇവിടെ പറയുന്നത്, വിശ്വാസം കേൾവിയാൽ. എന്ത് കേൾക്കണം? ദൈവശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ ശക്തി ചെവിയിൽ കേൾക്കണം, കർണപുടങ്ങളിൽ അത് മുഴങ്ങണം. പ്രൈസ് ടു ജീസസ്. എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥന മുറിയിൽ കേൾക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. വചനത്താൽ നമ്മൾ ജീവിക്കും. വചനത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കും. വചനത്തിലൂടെ ആത്മാവ് നമ്മളോട് ഇടപെടും. വചനത്തിലൂടെ വിശ്വാസത്തിന്റെ ശക്തി കത്തിപ്പടരും. ഈ പകൽ കേൾക്കണം, ദൈവ വചനം കേൾക്കണം, ക്രിസ്തുവിന്റെ വചനം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. പ്രിയ സഹോദരങ്ങളെ, ദൈവ വചനം ഡെയിലി കേൾക്കുവാൻ, ദൈവ ശബ്ദം ഡെയിലി കേൾക്കാൻ തയ്യാറായാൽ വിശ്വാസം വർദ്ധിക്കും, വിശ്വാസം വളരും, വിശ്വാസത്തിൽ ജീവിക്കും. നാളുകൾ നിരാശപ്പെട്ടും തളർന്നും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്, അസ്തമിച്ചു പോയ വിഷയങ്ങൾ, കുരുക്കിലകപ്പെട്ടു പോയത്, കെണിയിലകപ്പെട്ടു പോയത്, രാജ്യമടച്ചു എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ എതിരാണ്, ഇനിയുമൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി ഉളവാക്കുന്ന ഒരു ദൈവം, സൃഷ്ടിക്കുന്ന ഒരു ദൈവം, വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി, ആ വചനം ഈ പകൽ നമ്മെ ബലത്തോടെ നടത്തും. കേൾക്കണം, ഡെയിലി വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വന്നാൽ ശോഷിച്ചു പോയ നമ്മുടെ വിഷയങ്ങൾ, ആശയറ്റുപോയത്, എല്ലാവരും തള്ളിക്കളഞ്ഞത്, നിങ്ങൾ തന്നെ പറയുന്നില്ലേ, ഇനി എന്ത് കാണാനാ, ഞാനിവിടെ പരാജയപ്പെട്ടതല്ലേ. പക്ഷേ യേശു സംസാരിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ ഗെനസരേത്ത് തടാകത്തിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴോ ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞത്. വചനം കേൾക്കണം. പത്രോസ് ഉൾപ്പെടെ വചനം കേട്ടു. ഗെനസരേത്ത് തടാകത്തിൽ യേശു പത്രോസിന്റെ പടകിൽ കയറി വചനം സംസാരിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ കേൾക്കണം. വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഇന്നലെ പരാജയപ്പെട്ട ഇടത്ത്, ഇന്നലെ ശൂന്യമാക്കപ്പെട്ട ഇടത്ത്, ഇന്നലെ നീ പൂട്ടിയ ഇടത്ത്, ഇന്ന് അവിടെ തന്നെ തുറക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ പകൽ കേൾക്കണം. പ്രിയരെ, നടന്നു പോകുന്ന വിഷയങ്ങളിൽ, കടന്നു പോകുന്ന പാതകളിൽ, സങ്കീർണമെന്ന് നിങ്ങൾ പറഞ്ഞ് തള്ളുന്നതിൽ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ കേൾക്കൂ. വചനം ജീവിപ്പിക്കുന്നു. കേൾക്കാൻ തയ്യാറുണ്ടോ?
അനുസരിക്കാൻ തയ്യാറുണ്ടോ? അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അതൊരു വിശ്വാസമായി ഇന്ന് പകൽ പരിണമിക്കണം. പരിണമിച്ചാൽ അത്യത്ഭുതപരമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആ വിശ്വാസം ഇന്ന് പകൽ വർദ്ധിക്കണമെങ്കിൽ കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവശബ്ദം കേൾക്കണം. പ്രാർത്ഥിക്കാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ നിങ്ങളുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ആ വിശ്വാസം എൻ്റെ അകത്തുനിന്ന് വരണം, എൻ്റെ കുടുംബത്തിനകത്ത് വരണം. നടത്തിയത് ദൈവമല്ലേ? കഴിഞ്ഞ നാളിൽ കൊണ്ടുവന്ന ദൈവമില്ലേ? ഇന്ന് അവിടുന്ന് ജീവിക്കുന്നില്ലേ? ബലം കൊണ്ടല്ലല്ലോ നടന്നത്. അയാൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറാക്കുമെങ്കിൽ വിശ്വാസത്താൽ ഇന്ന് പകൽ ചിലത് സ്വായത്തമാക്കാൻ കഴിയും. രാജ്യങ്ങളെ പിടിച്ചടക്കിയ, നീതി നടത്തിയ, സിംഹങ്ങളുടെ വായടച്ച, തീയുടെ ബലത്തെ കെടുത്തിയ വിശ്വാസം എങ്ങനെ അവർക്ക് വർദ്ധിച്ചത്? അവർ കേൾക്കേണ്ടത് കേട്ടു, ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞു. കേട്ടത് അവരുടെ വിശ്വാസം വർദ്ധിച്ചു. തീക്കകത്തേക്ക് പോകാൻ തയ്യാറായി. ഇട്ടോളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സിംഹങ്ങളുടെ കുഴിക്കകത്തേക്കും പോകാൻ തയ്യാറായി. പ്രാർത്ഥിച്ച വിശ്വാസമകത്ത് വന്നു. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ, ഞാൻ വചനം കേട്ട ശക്തിയോടെ മുൻപോട്ട് വന്നതിൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ പോകുകയാണ് എന്ന് പറയുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം, നിങ്ങളുടെ ആജ്ഞയ്ക്കായി സ്തോത്രം, നിങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം, നിങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം, നിങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ ഇന്ന് പകൽ ഞങ്ങളുടെ അകത്ത് കേൾക്കേണ്ടത് കേൾക്കട്ടെ. മനുഷ്യ ശബ്ദങ്ങൾ പലതും കേട്ട് പരാജയപ്പെട്ടവർ, നിരാശപ്പെട്ടവർ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി കേട്ട് ആത്മാവിൽ സട്ടകൂടം എഴുന്നേൽക്കുന്ന പകൽക്കാലമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, അടഞ്ഞത് തുറക്കട്ടെ. ആത്മാവിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ അത് സംഭവിക്കട്ടെ. പിതാവേ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.